നമസ്കാരം. ആരോഗ്യമാനന്ദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്താണ് ഡൗൺ സിൻഡ്രോം? തൈറോയിഡിനെ എങ്ങനെ നേരിടാം? ചൂട് നമ്മിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നിവയാണ് ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാർച്ച് 21 ലോകമെമ്പാടും ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നു. എന്താണ് ഡൗൺ സിൻഡ്രോം? ഇത് കുട്ടികളെ ബാധിക്കുന്ന ഒരു ജനിതക അവസ്ഥയാണ്. മാനസികമായും ശാരീരികമായും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്ന ഒന്നാണ് ഡൗൺ സിൻഡ്രോം. ഇതേക്കുറിച്ച് നമ്മളോട് കൃത്യമായി പറഞ്ഞു തരാനും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ മറ്റു കുട്ടികളെ പോലെ തന്നെ എങ്ങനെ നന്നായി പരിപാലിക്കാമെന്ന് പറഞ്ഞു തരികയാണ് തിരുവനന്തപുരം SUT പട്ടം ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റായ രശ്മി മോഹൻ A. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന മാർച്ച് 21 ഡൗൺ സിൻഡ്രോം ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ് ഡൗൺ സിൻഡ്രോം? നമുക്ക് ആ ഡൗൺ സിൻഡ്രോം കുട്ടികളെ എങ്ങനെ നമുക്ക് നോർമൽ കുട്ടികൾ എന്ന രീതിയിൽ നമുക്കൊന്ന് വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തില് 23 പെയേഴ്സ് വെച്ചിട്ട് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. പക്ഷെ ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നത് നമുക്ക് 21ാമത്തെ ക്രോമസോമില് ഒരു അഡീഷണൽ പെയർ കൂടെ ചേരുമ്പോഴാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായി തീരുന്നത്. അതായത് ഈ ഡൗൺ സിൻഡ്രോം കുട്ടികള് ജനിക്കുന്നത് കൂടുതലും ഏജ് കൂടുതലായിട്ടുള്ള അമ്മമാരിലാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അത് എല്ലാവരിലും ഇല്ല, ചില കേസസിൽ കുഞ്ഞുങ്ങൾ ഡൗൺ സിൻഡ്രോം ആയി തീരാറുണ്ട്. സോ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ട്രൈസോമി 21 എന്നും നമ്മൾ വിളിക്കപ്പെടുന്നുണ്ട്. ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളും നോർമൽ കുട്ടികളുമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് വളരെയധികം ഡിഫറെന്റ് ആയിരിക്കും നോർമൽ കുട്ടികളെ കാട്ടിയിട്ട്. ഒന്ന് രണ്ട് ചേഞ്ചസ് ചോദിക്കുവാണെങ്കിൽ, ഒന്ന് ഇവരുടെ നേസൽ ബ്രിഡ്ജ്, അതായത് മൂക്ക് ഭയങ്കരമായിട്ട് ഫ്ലാറ്റൻഡ് ആയിരിക്കും. ഇവർക്കൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഐസ് ആയിരിക്കും കാണപ്പെടുന്നത്. ഇവർക്ക് ലോ സെറ്റ് ഇയേഴ്സ് ആയിരിക്കും, കുഞ്ഞ് ഇയേഴ്സ് ആയിരിക്കും ഇവർ കാണപ്പെടുന്നത്. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ കൈകളിലെ ക്രീസസ് നമുക്കറിയാം, അത് ഇവരുടെ കൈകളിലെ ക്രീസസ് നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ ക്രീസസ് ആയിട്ടായിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. മാത്രമല്ല ഇവർക്ക് ചില കുഞ്ഞുങ്ങളിൽ പ്രൊട്രൂട്ടഡ് ടങ് കാണാം. ഇവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ചില കുഞ്ഞുങ്ങളുടെ നാക്ക് പുറത്തായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രൊട്രൂട്ടഡ് ടങ് എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല ചില ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളുടെ IQ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ചില കുട്ടികളുടെ IQ വളരെ കുറവായിരിക്കും. മിക്ക ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിലും ഭയങ്കര അധികം ഹാപ്പിനെസ് ഉള്ള കുട്ടികളായിരിക്കും. അത് ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഇവര് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നത്, അത് ഭയങ്കരമായിട്ട് ചിരിക്കും, പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആവുക, ഇതൊക്കെ ചില ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാം. മാത്രമല്ല ഈ ഡൗൺ സിൻഡ്രോം കുട്ടികളാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. നമുക്ക് ആന്റിനേറ്റൽ പീരീഡ്, അമ്മമാർ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ സ്കാനിങ് ചെയ്യും. എല്ലാവർക്കും അറിയാം, ആന്റിനേറ്റൽ അനോമലി സ്കാനിങ് നമ്മൾ ചെയ്യും. ഈ അനോമലി സ്കാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് അൾട്രാസൗണ്ട് വഴി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. മാത്രമല്ല ചില ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് XXX ടെസ്റ്റ്, അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകൾ വഴിയിട്ട് നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ജനറ്റിക് ആയിട്ട് പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമുക്ക് ഇവർക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റൽ ഡിലേസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ ജനിക്കുന്ന ടൈമിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മുതൽ തന്നെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതും. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ വരുന്നത് നമ്മുടെ പീഡിയാട്രിഷ്യൻ, ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് എന്നീ എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിലുള്ള ഇവര് ഡൗൺ സിൻഡ്രോം എന്ന കുട്ടികളെ വേണ്ട രീതിയിലുള്ള ഇന്റർവെൻഷൻ കൊടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാനും ഇവര് വില്ലിങ് ആണ്. സോ നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇന്റർവെൻഷൻ, കൃത്യമായ തെറാപ്പി ഓരോ മന്തിലും കൊടുക്കുക എന്നുള്ളതാണ്. ഇവർക്ക് മെയിൻലി സ്പീച്ചിലും വിഷനിലും ഒക്കെ കുറച്ചൊരു ഡിലേ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മൾ ഓരോ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴും അവർക്ക് ആ കുഞ്ഞിനെ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 hour ആയിരിക്കും. ബാക്കി ഉള്ള തെറാപ്പീസും അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസും ഒക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വീട്ടിലെ പാരന്റ്സ് ആണ്. സോ
പാരന്റ്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് കൃത്യമായിട്ട് വീട്ടിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്റർവെൻഷൻ നല്ല രീതിയിൽ കൊടുക്കുക. പറയുന്ന ഡേറ്റിന് ഇവർ കൃത്യമായിട്ട് തന്നെ ഓരോ മന്തും ഫോളോ അപ്പ് പാരന്റ്സ് കൊണ്ടുവരാനായിട്ടും ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയുമ്പോൾ ഡോക്ടേഴ്സ് ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, ഇവരെങ്ങനെ മുന്നോട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള തെറാപ്പി ആയിരിക്കണം കൊടുക്കേണ്ടത് എന്ന രീതിയിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനത്തെ തെറാപ്പീസ് ആണ് വേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പാരന്റ്സിന് നൽകുകയും വളരെയധികം അത്യാവശ്യമാണ്. ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കാരണവശാലും മാറ്റി നിർത്തേണ്ട ഒരു ഗ്രൂപ്പ് കാറ്റഗറി അല്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് ഇവർക്ക് ഒരു നോർമൽ കുട്ടി എങ്ങനെയാണ് വളർന്നു വരുന്നത് ആ രീതിയിലുള്ള അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള തെറാപ്പീസും ഇന്റർവെൻഷനും അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ ആവശ്യമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷനും നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് ഒരു ജനറ്റിക് പരമായിട്ട് ഉണ്ടാവുന്ന കണ്ടീഷനിൽ സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം. ഒരുപാട് പേർ അനുഭവിക്കുന്ന പ്രശ്നമാണ് തൈറോയിഡ്. കഴുത്തിന്റെ മുൻവശത്തുള്ള ഒരു ചെറിയ ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ശരിയായ അളവിൽ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോഴാണ് തൈറോയ്ഡ് രോഗം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അസാധാരണമായ വളർച്ച വികസിച്ച് ഒരു മുഴയോ ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം തൈറോക്സിൻ അല്ലെങ്കിൽ T4 എന്ന ഹോർമോൺ പുറത്തുവിടുക എന്നതാണ്. ഇത് T3 എന്ന ഹോർമോണായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. രണ്ട് ഹോർമോണുകളും രക്തപ്രവാഹ പ്രചരിക്കുകയും നിങ്ങളുടെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തൈറോയ്ഡ് ഗുളികകൾ എപ്പോഴാണ് കഴിക്കേണ്ടത്, അതിന്റെ ക്രമം എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നത് ENT സ്പെഷ്യലിസ്റ്റും IMA സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ സുൽഫി എം നൂഹ് ആണ്. തൈറോയിഡ് ഗുളിക എപ്പോൾ കഴിക്കണമെന്ന് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. എൽട്രോക്സിൻ ഗുളിക രാവിലെ എണീറ്റാലുടനെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ചായ, കോഫി അല്ലെങ്കിൽ മറ്റാഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതും കൃത്യമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ തൈറോയിഡിന്റെ ടാബ്ലറ്റ് മറന്നുപോയാൽ പിന്നീട് കഴിക്കാമോ എന്നും പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായും കഴിക്കാം. പക്ഷെ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതിന്റെ അത്രയും എഫക്റ്റീവ് ആകില്ലെങ്കിൽ പോലും ടാബ്ലറ്റ് കഴിക്കാതിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് വെറും വയറ്റിൽ ഗുളിക കഴിക്കുക. കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് മാത്രം ആഹാരം കഴിക്കുക. വീടിനുള്ളിലെ ചൂട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ചൂട് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഈ കാര്യങ്ങളിൽ കുറച്ച് പൊടിക്കൈകൾ നമുക്കറിയാമായിരിക്കും. എന്നാൽ നമ്മുടെ പൊടിക്കൈകളെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒരു ഡോക്ടർ ഇക്കാര്യത്തിൽ വിശദമായി പറഞ്ഞു തരുന്നതാണ്. വീടിനുള്ളിലെ ചൂട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും ചൂട് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും ഡോക്ടർ സുൽഫി എം നൂഹ് വിശദമാക്കുന്നു. ചൂട് വീടിനുള്ളിൽ എങ്ങനെ? ചൂട് വീടിനുള്ളിൽ നേരിടുന്നത് വളരെ സിമ്പിളാണ്. പക്ഷെ ഒന്നും മറന്നുപോകരുത്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നിലേറെ തവണ, കുറഞ്ഞത് 2 തവണ കുളിക്കുക എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. അതിനപ്പുറം പകൽ സമയങ്ങളിൽ നേരിട്ട് സൺലൈറ്റ് വീഴുന്ന ജനൽ വാതിലുകൾ തീർച്ചയായും അടച്ചിടണം. രാത്രികാലങ്ങളിലോ ഏറ്റവും തണുപ്പുള്ള മുറി, വായുസഞ്ചാരമുള്ള മുറി, ജനൽ മാക്സിമം തുറന്നിട്ട് വായുസഞ്ചാരം കൂട്ടുന്ന രീതിയിൽ കിടക്കുക. അയഞ്ഞ വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും AC ഓൺ ചെയ്ത് കാറിനുള്ളിൽ ഇരുത്തിയിട്ട് പോകുന്ന രീതി ഒരിക്കലും അഭികാമ്യമല്ല. പുറത്തു പോകുമ്പോഴും ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളതും പ്രാധാന്യമർഹിക്കുന്നു. രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിലിന്റെ കാഠിന്യം കൂടുന്ന അവസരങ്ങളിൽ മാക്സിമം പുറത്തു പോകാതിരിക്കാനും കാഠിന്യമുള്ള ജോലികൾ ചെയ്യാതിരിക്കുവാനും പ്രത്യേകം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സദാസമയം AC ഇട്ടിരിക്കുന്നവരാണ് നമ്മൾ.
എന്നാൽ ഇത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൂടി നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ചൂടുള്ള സമയത്ത് പുറത്തു പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിവതും ചൂട് ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്ത് പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കായിക അധ്വാനം കൂടുന്ന ജോലികൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം കഴിവതും മാറ്റി നിർത്തുവാൻ ശീലിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഒരു ക്യാപ്പ് തീർച്ചയായിട്ടും കരുതാം, അല്ലെങ്കിൽ ഒരു കുട കരുതാം. അതോടൊപ്പം തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ധാരാളം വെള്ളം കുടിക്കുക. ഒരു കുപ്പിയിൽ വെള്ളം കരുതുക. അതോടൊപ്പം തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കഴിവതും 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഇഷ്ടം പോലെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കഴിവതും യാത്ര ചെയ്യുമ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത ഷോപ്പിംഗ് സെന്ററുകൾ, വലിയ മോളുകൾ, സിനിമാ തിയേറ്ററുകൾ, അങ്ങനെ തണുത്ത അന്തരീക്ഷമുള്ള സ്ഥലങ്ങളിൽ മാക്സിമം സമയം ചെലവഴിക്കുവാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആനന്ദം ആരോഗ്യത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓരോ രോഗാവസ്ഥകളെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുന്നതാണ് ഈ പരിപാടി. കാത്തിരിക്കാം മറ്റൊരു എപ്പിസോഡിനായി. നന്ദി, നമസ്കാരം.